ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. കുറച്ചു പേര് വന്നിട്ടുണ്ട്. ഒരു പൊക്കം കുറഞ്ഞ ഉരുണ്ട കൊടവേരൻ അവിടെ കിടപ്പുണ്ട്. വട്ടമോഹം, പിന്നെ ചുണ്ടൻ വെള്ളം പോലെ പിരിച്ചു വെച്ച കട്ട മീശയും തലയില് പിന്നെ രോമെന്ന് പറയുന്ന അശേഷമില്ല. പക്ഷെ തലയുടെ സൈഡിലായിട്ട് കറുത്ത മുടിയുണ്ട്. ചുമന്ന കുർത്തയില് നേതാക്കന്മാർ ഇടുന്ന പോലത്തെ ഒരു കറുത്ത ജാക്കറ്റും ഉണ്ട്. പിന്നെ പൈജാമയും കാലില് ഷൂവും ഇട്ടിട്ടുണ്ട്. പത്തുലു, അങ്ങനെ ക്യാമ്പ് റെഡിയായി. ഇനി തീ കത്തിക്കാം കേട്ടോ. ആ വേഗം വാ. ക്യാമ്പ് ഫയർ കത്തിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എന്റെ അമ്മോ, കസിറ്ററാം, ക്യാമ്പ് ഫയറിൽ വിറകാണ് കത്തിക്കേണ്ടത്, അല്ലാതെ നിങ്ങളെ കത്തിക്കാൻ പറ്റില്ലല്ലോ. മഹാരാജാവ് നീണ്ടുനാൾ വാഴട്ടെ. മഹാരാജാവ് നീണ്ടുനാൾ വാഴട്ടെ. മഹാരാജാവ് നീണ്ടുനാൾ വാഴട്ടെ. മഹാരാജാവ് വന്നിരിക്കുന്നു. ഇത് നമ്മുടെ മഹാരാജാവാണ്. ഇദ്ദേഹം നമുക്ക് ഇന്ന് എല്ലാവർക്കും ദർശനം തന്നു. രാജാവേ, ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അങ്ങേ കാത്തിരിക്കുകയായിരുന്നു. അങ്ങയുടെ ഒരു പ്രതിമ വെച്ചിട്ടാണ് ഞങ്ങൾ രാജ്യഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും നാള്. എന്റെ അമ്മോ, മൂട്ടു ഇവന്മാരെ മഹാരാജാവാണെന്നാണല്ലോ പറയുന്നത്. ജയ് ഹോ. ഇത് നോക്കൂ മഹാരാജാവേ, അങ്ങയുടെ പ്രതിമ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് ആര് രാജാവായാലും ഇതേ പ്രതിമ തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാണ് രാജഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ശരിക്കുള്ള രാജാവ് അങ്ങ് തന്നെയാണ്. രാജാവ് മോട്ടു നീണ്ടനാൾ വാഴട്ടെ. വാഴട്ടെ, വാഴട്ടെ. കൊള്ളാം, ഇതല്ലേ രാജകീയ ജീവിതം. ഇനി ഇവന്മാർക്ക് സമൂസ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. പിന്നെ ഇവിടം വിട്ട് എങ്ങോട്ടും പോവണ്ട. രാജാവേ, അങ്ങ് നാഗരാജനോട് യുദ്ധം ചെയ്ത് അതിനെ തോൽപ്പിച്ചിട്ട് ഇങ്ങ് തിരിച്ചു വരുമ്പോൾ അപ്പോ അങ്ങേ സ്വീകരിക്കാനായിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാമേ. നാഗരാജാവിന്റെ കൂടെ യുദ്ധമോ? എന്ന് വെച്ചാൽ എന്താ? അതെ മഹാരാജ്, ഞങ്ങളുടെ ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ നാഗരാജന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഇന്ന് അങ്ങക്ക് നാഗരാജായിട്ട് യുദ്ധം ചെയ്യേണ്ടിയായിട്ട് വരും. ഞാൻ നാഗരാജാവിൽ നിന്ന് രക്ഷിക്കണമെന്നോ? അതെ രാജാവേ, പ്രജകളെ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മഹാരാജാവിന്റെ ധർമ്മം. രാജാവേ, ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് രാജാവിനെ നാഗരാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലേണ്ടതാണ്. എന്നിട്ട് നാഗരാജ് അദ്ദേഹത്തെ അതിന്റെ കൂടെ കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകുന്ന പറയുന്നത്? അത് ഞങ്ങൾക്കും അറിയില്ലല്ലോ. ചോദിക്കാനൊരു അവസരം പോലും കിട്ടിയിട്ടില്ല. കാരണം ഒരു രാജാവ് പോലും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഓടിക്കോ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. ഇവന്മാരൊക്കെ എന്നെ രാജാവാക്കിട്ട് നാഗരാജാവിന് ഡിന്നറും ലഞ്ചും ആക്കാനുള്ള പരിപാടിയോ? Hey, why fear when Chingam is here? അതേ കാട്ടുവാസികളെ, you all are under arrest. എല്ലാവരും ഇപ്പൊ തന്നെ വരി വരിയായി അവിടെ നിന്നോളണം. ചിങ്കം സാറേ, കേറൂ.
അമ്മ എന്റെ അമ്മ ഓടിക്കൂ. നമ്മുടെ രാജാവ് എങ്ങനെയുണ്ട്? ഓട്ടൂരെ പോലെ തന്നെ ഉണ്ട്. ധീരനായ രാജാവിന് ജയ്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ ജയ് ജയ് എന്ന് വിളിക്കുന്നത്? ഞാൻ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലല്ലേ? ആ രാജാവേ, അങ്ങൊരു മഹാനാണ്, ഒരു ധീരനാണങ്ങ്. ഇതാണ് നാഗരാജാവിന്റെ ഗുഹ. ഞങ്ങൾ എല്ലാ രാജാക്കന്മാരെയും കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ അങ്ങ് സ്വയം വന്നില്ലേ ഇങ്ങ്. നമ്മുടെ രാജാവ് എങ്ങനെയുണ്ട്? മോട്ടൂനെ പോലെ തന്നെ ഉണ്ട്. എല്ലാവരും കേൾക്കുന്നോ? നാഗരാജാവ് ചോദിക്കുകയാണ് ഇന്നത്തെ മെനുവിൽ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ആ ഇതാ പിടിച്ചോളൂ. ഓടിക്കൂ. അപ്പൊ ആ മെനുവില് താനായിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അല്ല അല്ല നാഗരാജാവേ, അത് ഞാനാ. പക്ഷേ കിരീടം ഇവന്റെ തലയിലാണല്ലോ. അതൊന്ന് വെറുതെ വെക്കാൻ വേണ്ടി കൊടുത്തതാ. ദേ ഇപ്പൊ എന്റെ തലയിലല്ലേ. നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടുകാരാണെന്ന് തോന്നുന്നു. ഓക്കെ, ശരി, കുഴപ്പമില്ല. ഞാൻ രണ്ടുപേരെ അങ്ങ് തിന്നോളാം. ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ. ചിങ്കത്തിന്റെ കൂട്ടുകാരെ തിന്നുന്നത് എംപോസിബിൾ, എംപോസിബിൾ. അയ്യോ, ഞാൻ ചത്തേ. അറിയാൻ മേല ഇന്ന് രാവിലെ ആരെയാ കളി കണ്ടതെന്ന്. അയ്യോ, ഓടിക്കോ. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. അതെ സുഹൃത്തെ, നിനക്ക് കഴിക്കണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് കഴിക്ക്. അല്ലെങ്കിൽ എവിടുന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിക്കോ. ഓക്കെ, എനിക്ക് നിങ്ങൾ എല്ലാവരും തിന്നാൻ ഒരു പ്രോബ്ലവും ഇല്ല.
ഭയങ്കരന്മാര് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. ഇവിടെ നിൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. വാ. ഒന്ന് വേഗമായിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടണം. സഹോദര, താങ്കൾ ആ നാഗരാജ അനോക്കൊണ്ടായി ഓടിച്ച് ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ് ചെയ്തത്. ആ ദുഷ്ടൻ എല്ലാ മാസവും ഞങ്ങളിൽ നിന്ന് ഒരുവനെയാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ പിടിച്ച് ഞങ്ങൾ നാഗരാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുമല്ലോ. താങ്കൾ ഇപ്പോ ആ പാമ്പിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ എല്ലാരും രക്ഷപ്പെടുത്തി. താങ്കൾ ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ രാജാവാണ്. ഓക്കെ കൂട്ടുകാരെ, സംഭവിച്ചതൊക്കെ മറന്നു കളയൂ. നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ശരി, ഞങ്ങളുടെ വകയായിട്ട് ഒരു ചെറിയ സമ്മാനം സ്വീകരിച്ചാലും. എന്താ ഇത്? നിന്റെ കണ്ണിൽ എന്താ കുരുപൊട്ടിയിരിക്കുകയാണോ? നേരെ മണ്ടം നോക്കി നടക്കാൻ അറിയൂലേ? അതെ, ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല. അതെന്റെ ശക്തി കുറവ് കാരണമാ. കൊള്ളാലോ, നീ നല്ല തമാശ പറയുന്നുണ്ടല്ലോ. തെറ്റ് ചെയ്തിട്ട് അത് ശക്തി കൊണ്ടാണെന്ന് പറയുന്നു. നാണമില്ല നിനക്ക്? ഓഹോ, നാണമുണ്ട്. പക്ഷെ കാലം ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു പോവാണ്. എന്താന്നറിയില്ല, ഞാനൊന്നും ചെയ്യാണ്ട് തന്നെ. എടോ, അങ്ങനെ എങ്ങനെയാണോ സംഭവിക്കുക? ശ്രദ്ധിച്ചു നടന്നാലേ ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഉം. ആ, ഓഹോ, അങ്ങനെയാണോ ഇപ്പൊ കാര്യം? അപ്പൊ താനും നടക്ക്, ശരിക്ക് സൂക്ഷിച്ച്. ഞാനും ഒന്ന് കാണട്ടെ. ഞാനൊരു ഏലിയനാണ്. എന്റെ ഗ്രഹത്തിൽ ഞാൻ എല്ലാവരെയും കളിയാക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ തെന്നുന്ന രോഗം കിട്ടിയത്. ഇനിയിപ്പൊ ഞാൻ ആ ശിക്ഷ നിനക്ക് തരാൻ പോവുകയാണ്. എന്റെ അമ്മോ, ഇതെന്ത് പ്രശ്നമാണ് ഞാൻ വലിച്ചഴിച്ചത്? എന്നെ നോക്കി ക്ഷീണിച്ചില്ല നീ. ഇനിയിപ്പൊ നീ നിന്നെ തന്നെ നോക്കി ക്ഷീണിച്ചു നോക്ക്. കാണട്ടെ ഞാൻ, നീ ഇപ്പൊ എന്തോരമാണ് ചിരിക്കണതെന്നൊന്ന് കാണട്ടെ. ഇനി എന്റെ ഓട്ടം നിന്നിൽ മാത്രമായിരിക്കും. ആരായി എന്റെ വാതിൽ തട്ടി തുറക്കുന്നേ? അത് ശരി, നീയായിരുന്നല്ലേ? വാതിലിൽ തട്ടി വിളിച്ചിട്ട് ഓടാൻ നോക്കിയായിരുന്നോ? പോകല്ലേ, ഞാൻ രാവിലെ മുതൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. നീ വന്നല്ലോ, ഇനി ബോക്സിംഗ് തുടങ്ങാം. ഏയ്, ഏയ്, വേണ്ട, I say stop. എന്താ ഇപ്പൊ നിനക്ക് ചിരിയൊന്നും വരണില്ലേ? സൂക്ഷിച്ച് നടന്നുകൂടെ? ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു അയൽക്കാരനായി ജീവിച്ചൂടെ? എപ്പോ നോക്കിയാലും ഞങ്ങൾ ഇടിക്കല്ലേ? നിങ്ങൾ ഇത്രയും വലിയൊരു ശരീരമല്ലേ വെച്ചിരിക്കുന്നേ? ഈ ശരീരം വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെയെല്ലാം സംരക്ഷിക്കുകയല്ലേ വേണ്ടത്? ഓ സോറി, ഞാൻ നിങ്ങളുടെ കാര്യം മറന്നേ പോയി. ഞാൻ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണമല്ലേ? ആയിക്കോട്ടെ. എന്റെ സാറിന് പരിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു, രണ്ടാള് നമ്മുടെ മീതെ വന്ന് വീണിട്ടുണ്ട്. ആരായിരിക്കും ആ രണ്ടുപേര്? ഇന്റർനാഷണൽ ക്രിമിനൽസോ അതോ ഇവിടുത്തെ ലോക്കൽ റൗഡീസോ? ഞാൻ ഒരുപാട് ആലോചിച്ചു. ഞാനിപ്പോ തറപ്പിച്ച് പറയുന്നു, അവന്മാർ ഇവിടുത്തെ ലോക്കൽ തല്ലിപ്പൊളികൾ തന്നെയാണ്. ആ തല്ലിപ്പൊളി മോട്ടുവും പത്ലുവും, അല്ലാതെ വേറെ ആരുമല്ല അവര്. കൊള്ളാം സർ, കൊള്ളാം. എന്തൊരു ആലോചന. താങ്കള് ടോപ്പാണ്. ഹിന്ദുസ്ഥാന്റെ ഹോപ്പാണ്. യു ആർ ഗ്രേറ്റ് സർ.
but born little late, sir. താങ്ക് യു കോൺസ്റ്റബിൾ. വരൂ, ആ ലോക്കൽ തല്ലിപ്പൊളികള് എവിടെയാന്ന് പോയി കണ്ടുപിടിക്കാം. എന്റെ മോട്ടു, നീ എന്തിനാ ഏലിയനുമായിട്ട് കളിക്കാൻ നിന്നത്? ഇതിനെയാണ് സ്വന്തം കുഴി തോണ്ടുക എന്ന് പറയുന്നത്. എവിടെയാ പോത്ത്? എവിടെയാ പോത്ത്? മോട്ടു, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അവനവൻ വിരിച്ച വലയിൽ അവനവൻ തന്നെ കുടുങ്ങുമെന്ന്. അങ്ങനെയാ സംഭവിച്ചേ. പത്തിലു, എവിടെയാ പാമ്പുള്ളത്? എന്റെ മോട്ടു, ഇതൊരു പഴഞ്ചൊല്ലാണ്. വേഗം വാ, ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. പക്ഷെ നീ വെക്കുന്ന ഓരോ അടിയും വളരെ സൂക്ഷിച്ചു വേണം വെക്കാൻ. ഗുഡ് ഐഡിയ. ബാലൻസ് ചെയ്യേ. സ്കേറ്റിംഗ് ചെയ്യുന്നത് പോലെ റോഡിൽ സ്കേറ്റ് ചെയ്തോണ്ട് പോകാം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. മോട്ടുപൊത്തുള്ളൂ, അവിടെ തന്നെ നിൽക്ക്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഭാരത രാജ്യമാണ് സത്യം. എന്റെ അമ്മോ, മോട്ടു, താനെന്താ ചവിട്ടുകൊട്ടയിലാണോ യോഗാസനം ചെയ്യുന്നത്? ഇതെന്ത് യോഗാസനമാണ്? ഡസ്റ്റ്ബിൻ ആസനമാണോ? ചിങ്കം സാറേ, മറ്റുള്ളവരുടെ വീഴ്ച കണ്ട് ഒരിക്കലും ചിരിക്കരുത്. തൊലഞ്ഞു, പൊളിച്ചെടുത്തല്ലോ. ഈ മോട്ടുപത്തിൽ എവിടൊക്കെ വരുന്നോ അവിടൊക്കെ പ്രശ്നങ്ങളുടെ കട തുടങ്ങും. ആര് വന്നാലും അവർക്കൊക്കെ ഫ്രീ ആയിട്ട് പ്രശ്നങ്ങൾ കിട്ടും. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ 2 ആൾക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മമ്മി. എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ രോഗികളാണ് സത്യം. ഇതിട്ടാ പിന്നെ നീ തെന്നി വീഴത്തേയില്ല. വലിയേട്ടാ, അങ്ങ് വലിയ മഹാനാണ്. ഹോയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ സഹോദരന്മാരെ, ഒരു മനുഷ്യനെ സഹായിക്കാന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യന്റെ കടമയല്ലേ? മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളുമാണ്. ഈ ഷൂ ഇട്ടോണ്ട് നീ എവിടെ കാല് വെക്കുന്നുവോ ഈ ഷൂ അവിടെ ഉറച്ചിരിക്കും. എന്റെ രോഗികളാണ് സത്യം. All the best. താങ്ക് യു വലിയേട്ടാ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയ. സോറി വലിയേട്ടാ. മോട്ടു, സോറി. മമ്മി, രക്ഷിക്കണേ, നിങ്ങളോട് സോറി പറയുന്നു. രക്ഷിക്കണേ. അല്ല, നിങ്ങൾ എന്തിനാ കിടന്നിങ്ങനെ നിലവിളിക്കുന്നത് ചേട്ടാ? അതിനല്ലേ ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞത്. സോറിയും പറഞ്ഞോണ്ടിരിക്കാതെ ആ പാവത്തിന്റെ കാലെന്ന് കാലെടുക്കാൻ നോക്കുമോട്ടു. മിസ്റ്റേക്സ് അല്ലേ തെറ്റായിട്ട് സംഭവിക്കുന്നത്. ഒരിക്കൽ കൂടി സോറി പറഞ്ഞേക്കാം, അഡ്വാൻസ് ആയിട്ട്. ഇനി അഥവാ തെറ്റ് സംഭവിച്ചാലോ, അതിനു വേണ്ടിട്ടാ. എന്തോ? വീണ്ടും പിന്നെ തെറ്റുപറ്റോ? തെറ്റോ? നിർത്തൂ. നിങ്ങളല്ലേ അന്ന് എന്നോട് പറഞ്ഞത് മറ്റുള്ളവരുടെ വിഷമം കണ്ട് ചിരിക്കാൻ പാടില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തിനാ ചിരിക്കുന്നത്? പൊളിച്ചെടുത്തല്ലോ. ഞങ്ങളെ ആരും ചിരിച്ചില്ലല്ലോ. എല്ലാരും ചേർന്ന് നിന്നെ തല്ലിയല്ല ചെയ്യുന്നേ. ദേ അങ്ങോട്ട് നോക്ക്, ആ ഏലിയനാണ് ചിരിക്കുന്നത്. അപ്പൊ എന്നെ കളിയാക്കി ചിരിക്കുന്നു. ഏലിയനോ? അതും ഇവിടെ? ഓ പത്ലു, എന്റെ ചങ്കെ, ഞാൻ ഇവിടെ ഒരു ഏലിയനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഡോക്ടർ ജഡ്ക. പക്ഷെ ഇത് മോട്ടുവിന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഏലിയനാണ് മോട്ടുവിന് ഈ രോഗം കൊടുത്തത്. ഇതാ ഈ ഫ്ലൈയിങ് ഹെൽമെറ്റും വെച്ചോണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. പിന്നെ നിനക്ക് നടക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല ചങ്കെ. പൊളിച്ചേ. പെട്ടെന്ന് വണ്ടി കയറി പത്തുള്ളൂ. ആ ജോൺ ബാങ്ക് കൊള്ളയടിച്ച് രക്ഷപ്പെടാൻ നോക്കാണ്. ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. മര്യാദയ്ക്ക് വണ്ടി നിർത്താ ജോൺ. ഇന്ത്യ നിയമമാണ് സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. സ്റ്റോപ്പ്.
വായുവിൽ കൂടിയുള്ള സ്കേറ്റിംഗ് നിർത്ത്. ജോണിനെ പിടിക്കാൻ നോക്ക്. അവൻ ബാങ്കും കൊള്ളയടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അവിടെ നിൽക്ക് ജോണേ. ജോൺ, താങ്ക് യു മോട്ടു. ഇന്ന് നീ നിയമത്തിനെ സഹായിച്ചിരിക്കുന്നു. ഇന്ന് താൻ കാരണമാണ് ഈ ജോണിനെ പിടിക്കാൻ സാധിച്ചത്. എന്റെ ഏലിയൻ ചേട്ടാ, നിങ്ങൾ എവിടെയാണ്? തിരിച്ചു വരൂ. സോറി, ഞാൻ നിങ്ങളെ ഒരുപാട് കളിയാക്കി ചിരിച്ചു. എനിക്ക് ക്ഷമ തരൂ. നീ സോറി പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. ഏലിയൻ ചേട്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇന്ന് തൊട്ട് ഞാൻ ആരെയും കളിയാക്കി ചിരിക്കില്ല. പിന്നെ ഞാനും ഒരു പാഠം പഠിച്ചു. ഒരിക്കലും തോൽവി സമ്മതിക്കാൻ പാടില്ല. നീ സ്വയം ശരിയാകാൻ വേണ്ടി ഒരു ദിവസം എത്രമാത്രം ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ തോൽവി സമ്മതിച്ചല്ലോ. ഇപ്പോ ഞാനും ഒരു ശ്രമം നടത്തും. എന്നിട്ട് എനിക്കും ഇത് മോചനം കിട്ടും. കാരണം പ്രയത്നിക്കുന്നവർക്ക് ഒരിക്കലും തോൽവിയില്ല, അത് തീർച്ച. എന്റെ അമ്മോ, എടോ മോട്ടു, താൻ ആരോടായി ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്? ചിങ്കം സാറേ, അത് വലിയൊരു കഥയാണ്. അതൊന്ന് ചെറുതാക്കി പറഞ്ഞേക്ക്. ഇന്ത്യ നിയമമാണ് സത്യം. ഓക്കെ ഓക്കെ, വരൂ, നമുക്ക് ചായക്കടയിൽ ഇരുന്ന് കഥ പറഞ്ഞ് രസിക്കാം. അവിടെ ഇരുന്ന് 20-50 സമൂസ കഴിക്കുമ്പോ എനിക്ക് കഥ പറയാനും നല്ല മൂടാവുമല്ലോ, അല്ലേ? എന്നാ വരൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.